മേരി ഞാൻ ഇറങ്ങുക. ഫോൺ മറക്കണ്ട. ആ ഇത് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. റേഞ്ച് ഇല്ലാത്ത ഏതോ മലമൂട്ടിലാണ് കമ്പനി മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ശരി. ആ മണിക്കുട്ടി ചാച്ചൻ പോയി വരട്ടെ കേട്ടോ. എന്താ കൊണ്ടുവരണ്ടേ മോൾക്ക്? ഓക്കെ ചാച്ചൻ മറ്റന്നാ വരാം കേട്ടോ. ചാച്ച ആ വന്നു 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 കയറി. എവിടെ അച്ചായ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? കമ്പനിയുടെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് മേരിയെ ഒരു വിധം വിശ്വസിപ്പിച്ചാ ഞാൻ ഇങ്ങോട്ട് രക്ഷപ്പെട്ടത്. അറിയോ? മേരി വിശ്വസിച്ചല്ലോ. പക്ഷെ എന്റെ വൈഫിന് ഇനിയും സംശയം. ഓ അവളുമാരോടൊക്കെ ഒന്ന് പോയി തുലയാൻ പറ. നമ്മൾ എത്ര കാലമായി ഒന്ന് ഒത്തുകൂടിയിട്ട്. അല്ല പിന്നെ എന്നും ഒരു ബിസിനസ്, കുടുംബം, കോപ്പ്. നമുക്കേ നമ്മുടേതായ ഒരു ആഘോഷം വേണ്ടേ? അച്ചായോ ഓ ഞാൻ പറഞ്ഞത് കൊണ്ട് വന്നിട്ടുണ്ട്. അത് കലക്കി. അച്ചായോ തനിക്കേ തടവ് കിട്ടിയത്? അത് സസ്പെൻസ് ആണ്. ആദ്യം നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി അത് പറ. ഓ അതൊക്കെ സെറ്റ് അല്ലേ. ഞാൻ ഇന്നലെ തന്നെ കോഴിയും താറാവും ഒക്കെ വാങ്ങി ക്ലീൻ ആക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചു. എടാ നാളെ ജെയിംസേ, ഇവ നിന്നെ പോലെ പേരന്റ് പാർട്ടി അല്ല. കണ്ടോ? ഓടെ കോപ്പേ, ഞാൻ കൊണ്ടുവന്ന സാധനം കണ്ടാ നിങ്ങൾ ഞെട്ടും. നല്ല സ്വയംബൻ വാറ്റാണ്. ആറാമ്പൂവും പട്ടയൊക്കെ ഇട്ട് വാറ്റിയ സ്വയംബൻ സാധന. 2 ലിറ്റർ. അച്ചായോ നമ്മളെ ആ പഴയ നാട് കണ്ടിട്ട് ഒരു 10-20 വർഷമെങ്കിലും ആയിട്ടുണ്ടാവില്ലേ? അതുണ്ടാവും. അല്ല നമുക്ക് നമ്മളെ പഴയ കേന്ദ്രത്തിലേക്ക് ഒന്ന് കറങ്ങി വന്നാലോ? ഒന്ന് പോടെ, അതൊന്നും ട്രിപ്പിൽ നടക്കില്ല. അത് ശരിയാ, അത് നമുക്ക് പിന്നെ ഒരു അച്ചായ. നമ്മളെ പച്ചണ്ടിക്ക് എന്ത് പറ്റി? സോറി അല്ല എന്നാലും ഇങ്ങനെ ട്രിപ്പ് അറേഞ്ച് ചെയ്തേ. അവനത് പറയാൻ തുടങ്ങിയിട്ട് കൊറേ ആയി. പക്ഷെ എല്ലാരും ഒന്ന് ഒത്ത് കിട്ടണ്ടേ. ഞാൻ അവനെ കണ്ടിട്ട് കൊറേ കാലം. ഞാനും ഫോണിലുള്ള കണക്ഷനേ ഉള്ളൂ. അതിനാ യൂസ്ലെസിനോട് ആ പട്ടിക്കാട്ടിലെ ജീവിതം മതിയാക്കി ടൗണിലേക്ക് വരാൻ പറഞ്ഞ കേക്കണ്ടേ? അതിനോ നിങ്ങൾ രണ്ടുപേർക്കുമല്ല, അവൻ നല്ല നൊസ്റ്റാൾജി ഉള്ള ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ? സുഖാണ്. അവളുണ്ടായോണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ കഥ പോയേനെ. രേണുവാണോ? ആ ഓ രേണുവിൻ്റെ കറി ശ്രദ്ധിച്ചോ? എന്തൊരു ഉപ്പാ. ആ വായിൽ വയ്ക്കാൻ കൊള്ളില്ല. എന്നിട്ടാണോ തിന്ന് കയറ്റിയത്? നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. വരുന്നുണ്ട്, കൊമ്പത്ത് വെച്ചിട്ടുണ്ട്. കാക്ക കുത്തുമ്പോഴൊക്കെ എടുത്തോ? ഓ ശരി. മതി നോക്കിയത്. അകലെയാണെങ്കിലും ചന്ദ്രികേ നിത്യവും നിന്നെ കുറിച്ചോർത്തു വിടരുമി കൈരവം. അകലെയാണെങ്കിലും ചന്ദ്രികേ നിത്യവും നിന്നെ കുറിച്ചോർത്തു വിടരുമി കൈരവം. നീ എന്ന പൗർണമി പുഞ്ചിരി തൂകവേ എങ്ങനെ മങ്ങിടും എൻ്റെ നീലാംബരം. നീ
നീ എന്ന പൗർണമി പുഞ്ചിരി തൂകവേ എങ്ങനെ മങ്ങിടും എൻ്റെ നീലാംബരം. എൻ നീലവാനിലായി വാഴുന്നൊരമ്പിളി ഓർക്കുമോ മണ്ണിലെ നിലയറ്റ ജീവനേ. എൻ നീലവാനിലായി വാഴുന്നൊരമ്പിളി ഓർക്കുമോ മണ്ണിലെ നിലയറ്റ ജീവനേ. വേരുകൾ ചേറിൻ്റെ ആഴത്തിലെങ്കിലും നിന്നെയും ധ്യാനിച്ചിരിപ്പു ഞാൻ കൺമണി. വേരുകൾ ചേറിൻ്റെ ആഴത്തിലെങ്കിലും നിന്നെയും ധ്യാനിച്ചിരിപ്പു ഞാൻ കൺമണി. പൊള്ളുന്ന വേനലിൽ ഓർത്തു ഞാൻ നിൻമുഖം ഉറയും തണുപ്പിലെന്നുള്ളിൽ ചിരിച്ചു നീ. പൊള്ളുന്ന വേനലിൽ ഓർത്തു ഞാൻ നിൻമുഖം ഉറയും തണുപ്പിലെന്നുള്ളിൽ ചിരിച്ചു നീ. എത്ര കാലങ്ങളെ കണ്ടിട്ട് വാ. കേറട മുത്തേ, ഇവിടെ കേറിയിട്ട് വേണം നമുക്ക് കച്ചേരി തുടങ്ങാൻ. സതീശ എന്നാ തുടങ്ങല്ലേ? Ready, 1, 2, 3, 4. താനാരോ തന്നാരോ തര താനാരോ തന്നാരോ താനാരോ തന്നാരോ തര താനാരോ തന്നാരോ. കള്ളു കുടിക്കുമ്പോ കണ്ണു ചുമക്കുന്ന താനെ തടുപ്പിലെ കോപ്പനാട്ടോ. താനാരോ തന്നാരോ തര താനാരോ തന്നാരോ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. കാടക പെണ്ണുങ്ങൾ തീണ്ടാണിയാകുമ്പോ കാടക ചുറ്റി തിരിഞ്ഞു പോകൂ. താനാരോ തന്നാരോ തര താനാരോ തന്നാരോ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. വെട്ടത്തി ശാന്തയുടെ വെലിപ്പറ്റിലൂടെ കോലത്തെ ചെക്കൻ ഒളിഞ്ഞു നോക്കി. താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. കൂടി പിന്നെ നത്തുകൂടി പിന്നെ കണവനറിഞ്ഞതിൻ കണ്ണുപോയി. താനാരോ തന്നാരോ തക താനാരോ തന്നാരോ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. കുണ്ടൊട്ടിയിലമ്മായി മിണ്ടട്ടം മുറ്റിയൽ ആടിട്ട കോട്ടാവി ഒന്നും താനാരോ തന്നാരോ തക താനാരോ തന്നാരോ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. കുണ്ടും കുഴിയുള്ള നല്ല കാടാണല്ലോ. കരടിയൊക്കെയുള്ള സാധനമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി അച്ചായോ. ഇനി അച്ചായന്റെ നാടനടിക്കാതെ വണ്ടി ഒരു അനക്കം മുന്നോട്ട് പോവില്ല. കാടിന് നല്ലത് നാടനാ. എന്താ പ്രകാശ? നാടനോ? വല്ല ചെക്കിങ്ങും വന്നാ പെട്ടുപോട്ടോ. ഒന്ന് പോടാ, ഈ പട്ടിക്കാട്ടിലൊക്കെ ആര് ചെക്ക് ചെയ്യാനോ? ഇനിയിപ്പോ വന്നാ തന്നെ ഓലിക്ക് വേണ്ടേ നമ്മള് കൊടുക്കും. ഇതൊഴിച്ച് എന്ത് വേണേലും നമുക്ക് കൊടുക്കാം. ഇത് ഞാനൊരു പുല്ലന് കൊടുക്കും. എന്താ ചെയ്യ? എനിക്ക് അല്ലടാ, എന്താ സതീശിനെ പറ്റി? അത് കാര്യമൊക്കെ ഉണ്ടാ, അത് സാരല്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാൻ. ഈ സാധനം വെച്ചാ ചായോ എവിടെ സാധനം ഇങ്ങോട്ട്? അല്ലേ വേണം, ഇന്റെ സാധനം ഞാൻ തന്നെ വയ്ക്കാം, എനിക്കുള്ള ഞാൻ വയ്ക്കാം. എവിടെ കുപ്പി? ഞാൻ എല്ലാ കാര്യം അച്ഛനോട് സംസാരിച്ചു. എൻ്റെ കാര്യം സംസാരിച്ചു. അപ്പം അച്ഛൻ എന്താ പറഞ്ഞേ? സമയമാകുമ്പോൾ ആലോചിക്കാന്ന് പറഞ്ഞു. സത്യം? സത്യം. ഏറെക്കുറെ ഫൈനൽ സ്റ്റേജിലെത്തി അല്ലേ? ഓളെ കെട്ടാൻ ഈ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. എൻ്റെ വീട്ടുകാരെ അതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? എവിടെ? ഒന്നാമത് രണ്ട് ജാതി, ഒന്ന് വലിയ ജാതി, ഒന്ന് ചെറിയ ജാതി. അനക്കത് ഒഴിവാക്കണടാ നല്ലേ.
ഞാൻ കെട്ടുകയാണെങ്കിൽ ഓളെ തന്നെ കെട്ടുള്ളൂ. ഈ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ തന്തങ്ങൾ രണ്ടാളെയും തട്ടും അല്ലടാ. അല്ലാതെ നിങ്ങളൊക്കെ എന്ത് കൂട്ടുകാരന്മാരാണ്. നിങ്ങൾ എൻ്റെ സ്വർഗത്തിലെ കട്ടുറുമ്പാകാന്നല്ലാതെ നിങ്ങളെ കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ട് ചങ്ങായിമാരെ എനിക്ക്. ചേട്ടാ പിന്നെ എൻ്റെ ഓളിയും പ്രേമത്തിൽ ചൂട്ടി പിടിക്കേ പിന്നെ പിടിക്കേണ്ടി വരില്ല. നിങ്ങൾ എൻ്റെ കൂട്ടുകാരന്മാരല്ലേ ചങ്ങായിമാരെ. എടാ പച്ചണ്ടി എൻ്റെ പ്രേം പോലിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ്റെ നിന്ന് കൊട്ടേഷൻ വാങ്ങിയ ആൾക്കാരെ ഞങ്ങൾ ഇല്ലടാ. അല്ലാതെ ശരിയാടാ. എന്താപ്പോ എൻ്റെ ഇത് പണിയാവും. പച്ചണ്ടിൻ്റെ കാര്യം കഷ്ടാണ്. അവനെ നോക്കണ്ട, അവൻ ആരാ പാട്ടിന് പോയി. എപ്പോഴാണ് ബാംഗ്ലൂരിൽ എത്തിയേ? ഞാൻ നല്ല നട്ടപ്പാതിരിക്ക് എത്തിങ്ങ. നിങ്ങളൊക്കെ മോന്ത കണ്ട് തുടങ്ങാൻ വിചാരിച്ചു. എങ്ങനെയുണ്ടാ ബാംഗ്ലൂരൊക്കെ? പൊളിയല്ലേ. എൻ്റെ ഒരു ഭാഗ്യം, ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. എങ്ങനെയുണ്ടാ ബാംഗ്ലൂർ സെറ്റപ്പൊക്കെ? കമ്പിളിയോ ഇപ്പൊ അതൊക്കെ മേലല്ലേ പരിപാടി. ഈ കാര്യം പറയടാ. എന്താ ധൃതിയൊക്കെ പറഞ്ഞുതരാതെ. അല്ല നമ്മുടെ പച്ചണ്ടി ഇപ്പൊ എവിടെ? പച്ചണ്ടിനെ വിട്ടോളാ, അത് കഴിഞ്ഞു. അതെന്ത് പറ്റി? ഓപ്പിളാ പെണ്ണിന്റെ പുറകെ അടക്കം എപ്പോഴും ഓനെ ഓണി കൊണ്ടേ പോവോ? ആ കഴുതൻ്റെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വരവിന് അന്നപ്പോൾ ഓനോട് പറഞ്ഞതാ, അത് ഒഴിവാക്കിക്കളാ, നമുക്ക് പറ്റിയ ബന്ധമല്ലാന്ന്. അവനോളെ മയക്കി, നീ രക്ഷല്ല. ഓൻ്റെ ഒരു എടാ അതിനുള്ള ബോധമല്ലേ ഓനുള്ളൂ. അവനൊക്കെ മാക്സിമം ഉപയോഗിച്ചിട്ട് അവളെ വലിച്ചെറിഞ്ഞു. അല്ല അത് വിട്, എൻ്റെ പുതിയ കമ്പിളി വെപ്പിൻ്റെ കാര്യം പറ. നിങ്ങൾക്ക് എന്താ എൻ്റെ കമ്പിളി കഥ കേട്ടാൽ മതിയോ? നിങ്ങൾക്ക് കമ്പിളി ഒന്നും വേണ്ട എങ്ങനെ? എടാ ഈ പട്ടിക്കാട്ടിൽ അതിന് എവിടെ കമ്പിളി? എടാ കണ്ണൂർ നോക്കടാ, കണ്ണൂർ നോക്കിയാൽ എല്ലായിടത്തും ഉണ്ട് കമ്പിളി. ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് വാ, നമുക്ക് ആ പച്ചണ്ടിനെ പെണ്ണിട്ട് പൊക്കാം. എടാ അത് വേണോടാ. എന്താ വേണ്ടേ ചങ്ങ, ഇത് പറ്റിയ അവസരമാണ്. എടാ ഇനി ഞാനല്ലോട്ടെ, എനിക്ക് പേടിയാണ്. എന്നാ എനിക്കും പേടിയാ. എന്ത് പേടി ചങ്ങ, എല്ലാ കാര്യം ഞാൻ ഏറ്റു. നിങ്ങളെ പേടിക്കുള്ള മരുന്നിൻ്റെ അരയിലുണ്ട്. കയറിങ്ങട്ട് കയറുങ്ങ, മരം കെട്ട് കയറി. ഓക്കെ അച്ചായോ എത്തിയോ? സതീഷേ, നീ പറഞ്ഞ കൊള്ളാടാ, എന്ത് രസമുള്ള സ്ഥലം. അങ്ങോട്ട് മുന്നിൽ അടിപൊളി അടിപൊളി. ഞാൻ പറഞ്ഞ സാർ സൂപ്പർ സെലക്ഷനിൽ ഏറ്റവും മികച്ചത്. ഉമ്മച്ച് കളിക്കാൻ കണ്ടിരുന്ന എടാ രവി, ഈ വണ്ടിയുടെ സാധനം നോക്കി വണ്ടി ഒതുക്കാൻ നോക്കണ. പിന്നെ വണ്ടി ഒതുക്കിയിടാൻ വണ്ടി ഹൈവേയിലല്ലേ, ഒന്ന് പോടേ. ഇവിടെ ഒരു വാച്ച്മാൻ എന്ന് പറഞ്ഞിട്ട് എവിടെ കുട്ടിച്ചറമാദിക്കാൻ പറ്റിയ സ്ഥലം തന്നെ കേട്ടോ. സൂപ്പർ സ്ഥലം. സതീഷ എവിടെടാ ഇവിടുത്തെ വാച്ച്മാൻ? എടാ നീ ആ വാച്ച്മാൻ എന്ന് വിളിച്ചു നോക്കടാ. ഇവിടെ റേഞ്ച് കിട്ടില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലേ. ശരി കേട്ടോ, അരപ്പുള്ളി ഇവിടെ ഇല്ല. ആണേ ബാക്ക് സൈഡിൽ എവിടെ താമസം, നമുക്ക് പോയി നോക്കിയാലോ? നോക്കാം. എന്തിനാ എല്ലാരും കൂടി പോണേ? ഞാനും രവി കൂടി കൊണ്ടുവരാം. അത് മതിയേ. ഇത് പിടി. ബാക്ക് സൈഡിൽ ഈ ഔട്ട് ഹൗസിന്റെ പോയാക്കിലാണ് അയാൾ താമസിക്കുന്നത്. അവിടെ വാച്ച്മാൻ ഉണ്ടാവും. ഓക്കെ. പിന്നെ നിങ്ങൾ വെറുതെ കണ്ട ആ സാധനങ്ങളൊക്കെ ഇറക്കിക്കോളി. ഇതിൽ കൃത്യമായിട്ട് സാധനമുള്ള കിടക്കണേ, ഇതുമാതിരി കുറച്ച് സാധനം ഉണ്ടാവും. ഈ ഒന്ന് വാ രവിയേ. എന്നാലും സതീഷ് എങ്ങനെ സംഘടിപ്പിച്ച് ഇങ്ങനത്തെ സാധനം? ഇതൊക്കെ എന്ത് ഇങ്ങനെ എത്ര സ്ഥലങ്ങൾ? ഇന്നലെ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ? അല്ലടാ, നമ്മളെ സതീഷിനെ നമ്മളോട് ചെറിയൊരു അകൽച്ചുണ്ടോ? ഏയ് അതൊന്നും ഉണ്ടാവില്ലേ. അല്ല, ഇന്ന സംശയം കൊണ്ട് തോന്നിയതാട്ടോ. സംശയമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇന്നത്തോടെയാണ് തീർക്കത്. നോക്ക് നോക്ക് നോക്ക്. അയാളായിരിക്കും വാച്ച്മാൻ. വാച്ച്മാനെ കൂയ് വാ, നമുക്ക് ചാവി വാങ്ങിക്കൊണ്ട്. ആശാനെ, നിങ്ങളല്ലേ ഈ ബംഗ്ലാവിൻ്റെ വാച്ച്മാൻ? ആശാനെ, ഞങ്ങൾ ബംഗ്ലാവിൻ്റെ ചാവി വാങ്ങാൻ വന്നാണ്. ഞങ്ങൾ നമ്മൾ പറഞ്ഞത് മനസ്സിലാവണില്ലേ? പൊട്ടനാണെന്ന് തോന്നുന്നു. നോക്ക്, എന്താണ് എന്തിൻ്റെ മനുഷ്യന്മാരല്ലോ.
നല്ല ഒന്നാം തരം കാട്ടാണ്. പോണേൻ്റെ മുന്നേ സെൽഫി എടുക്കണം. ആ എപ്പിലിട്ട വൈറലാവും. ഓ ശരിയാ ശരി ഭീകരനാണ് ഭീകരൻ. അയാളെ താടിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പാട്ട് പാടി വരുന്നുണ്ടല്ലോ. ഇരുന്ന് ബോറടിച്ചോ? തുറക്ക്. താനൊരു കോപ്പിന് വാച്ച് വേണ്ടോ? എത്ര നേരാണ് കാത്തുകള്? പ്രസ്. അല്ല ആശാനെ, ഇവിടെ നല്ല വെടിയിറച്ചി എല്ലാം കിട്ടുവാ. വെടിയിറച്ചിയല്ല, നല്ല ഗംഭീ ഉണ്ടെങ്കിൽ പറയാം ആശാനെ. എന്താ പ്രശ്നം? കാരണം നല്ല കലിപ്പിലാണല്ലോ. എന്ത് പ്രശ്നം? അയാളൊരു കാട്ടാളനാന്ന് മനസ്സിലായി. അതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കുക. നമുക്ക് ആ ചിക്കൻ്റെ പരിപാടി വേഗം നോക്കണം. പിന്നെ 4 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ വെക്കാൻ ആളെ കിട്ടണ്ട. അത് എടുത്തോ, കുപ്പിയൊക്കെ എടുത്തോ. വേഗം എടുത്ത ചെല്ല. ഇവിടെ എന്നാലേ നിങ്ങൾ തുടങ്ങിയേക്ക്. ഞാൻ ഈ ചുറ്റുപാടൊന്ന് ചുറ്റി കാണട്ടെ. ഓക്കെയാ, പച്ച എന്തെങ്കിലും കിട്ടി എന്നോട് പറയാൻ കേട്ടോ. ചായന മറക്കരുത്. ഈ പോകാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനുണ്ട്. നിങ്ങളെ നോക്കി ഞങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. ആ അതൊക്കെ ശ്രദ്ധിച്ചു പോണം. ഓക്കെ ഓക്കെ, ഞങ്ങൾ വേഗം വരാം. മുന്നിക്കെടുക്ക്. എടാ ഇത് ഭയങ്കര കാട്ടിക്കാട്ടോ ഈ പോണത്. അച്ഛായ, ആ ആ കാട്ടാളിന് എന്തോ സംതിങ് റോ. ഏയ് ആക്കെ നിനക്ക് തോന്നണം. അതല്ലടാ, അയാൾക്ക് എന്തോ ദുരൂഹത ഉണ്ട്. നമ്മൾ വന്നത് അയാൾക്ക് പറ്റിയില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നി. കാട്ടു മനുഷ്യരല്ലേ, നാടന്മാരെ കാണുമ്പോൾ അവർക്കൊരു ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. പോലത്തെ കാലന്മാർ അയാളെ കുടുംബത്തിൽ കയറി കളിച്ചിട്ടുണ്ടാവും. ഓ നീ ഒരു പുണ്യാളെ. നിക്ക് നിക്ക് നിക്ക്. ക്ഷീണിച്ചാ? നീ എങ്ങോട്ടാ പോണ്? കുറച്ചുകൂടി പോയേക്കാം. കഴിയില്ലടാ, കുറേ ആയിന്നാണ് നമ്മൾ പുള്ളിക്ക് കുറേ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഉണ്ടാകല്ലേ, കരടി ഉണ്ടാവും ഇവിടെ. ഉള്ളിലേ ഉണ്ടാവുള്ളൂ, കാടിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. വാ, കുറച്ചുകൂടി പോയേക്കാം. കമോൺ വാ അച്ഛായ. ഈ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്ന മനുഷ്യനെ? ദൂരെ എത്ര നടന്നു പറയും നമ്മള്? എന്താ വെച്ചിട്ട്? അത് വല്ല വേട്ടക്കാരോ? അല്ലടാ, എന്തോ കുഴപ്പമുണ്ട്. ഏയ്